ഗ്രാം-ഷ്മിഡ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഗിവൺ ഒരു ബേസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ബേസിസ് ബി. ഇതിനെ നമുക്ക് ഒരു ഓർത്തോഗണൽ ബേസിസ് ആയിട്ടും വേണമെങ്കിൽ ഒരു ഓർത്തോ നോർമൽ ബേസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. സച്ച് പ്രൊസീജിയർ ഇസ് നോൺ ആസ് ഗ്രാം-ഷ്മിഡ് ഓർത്തോ, വിച്ച് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജെ.പി. ഗ്രാം ആൻഡ് ഇ. ഷ്മിഡ്. ഈ രണ്ട് സയന്റിസ്റ്റ് അല്ലെങ്കിൽ രണ്ട് മാത്തമാറ്റീഷ്യൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഗ്രാം-ഷ്മിഡ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്. ക്ലിയർ? സോ ഈ ഗ്രാം-ഷ്മിഡ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതാണ് ഈ സെക്ഷൻ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ കയ്യിലൊരു ഗിവൺ ബേസിസ്, ഒരു നോർമൽ ആയിട്ട് ഒരു ബേസിസ് ഉണ്ടായിരിക്കും. ആ ബേസിന് എന്ത് ചെയ്യുക, ഓർത്തോഗണലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാവും നോക്കുക, അതിനെ നോർമലൈസ് ചെയ്യുക. എന്താ ഈ നോർമലൈസിങ്? നമ്മൾ അതിനെ ആ കിട്ടിയിരിക്കുന്ന ഓർത്തോഗണൽ ബേസിസിന്റെ ഓരോ വെക്ടേഴ്സിനെയും അതിന്റെ നോം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാത്തിന്റെയും നോം 1 ആയിട്ട് മാറും. വിച്ച് മീൻസ് ആ ഒരു കറസ്പോണ്ടിങ് വെക്ടർ ആണ് അതിന്റെ ഓർത്തോ നോർമൽ ബേസിസ്. ആ പ്രൊസീജിയർ ആണ് ഗ്രാം-ഷ്മിഡ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ നോക്കൂ, നമ്മുടെ കയ്യിൽ R2 ഒരു ബേസ് ആണുള്ളത് ശരിക്കും. R2 എന്ന് തുടങ്ങും, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് R2. R2 ഒരു ബേസിസ് U1 U2, B എന്ന് പറയുന്ന ഒരു U1 U2 ഒരു ഗിവൺ ഒരു ബേസിസ് ഓഫ് R2. ഓക്കെ, അതിന് ഞാൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്യണ ഒരു ഓർത്തോഗണൽ ബേസിസ്, ട്രാൻസ്ഫോർമേഷൻ ഇൻടു ഓർത്തോഗണൽ ബേസിസ് V1 V2. ഓക്കെ, U1 U2 മാറ്റി V1 V2 ഒക്കെ. അപ്പൊ U1 ഉം V1 തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെയായിരിക്കും? ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് എലമെന്റ് സെയിം ആയിരിക്കും. എന്താണ് U1 അത് തന്നെയായിട്ട് V1 ചൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് മാറ്റില്ല. പക്ഷെ സെക്കൻഡ് എലമെന്റ് എങ്ങനെ ചൂസ് ചെയ്യണം? U2 നമുക്ക് ആവശ്യമുണ്ട്. U2 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് U2, ഇതെന്താ വായിക്കാം? ഇന്നർ പ്രൊഡക്റ്റ് എന്ന് വായിക്കേണ്ട, ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. സോ U2 ഡോട്ട് V1 ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1. എങ്ങനെ വായിക്കാം? U2 മൈനസ് U2 ഡോട്ട് V1 ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1. ഓക്കെ, ഇത് ഇൻറ്റു ആണ്, ഇവിടെ ഡോട്ട് എന്ന് വായിക്കരുത്. ഓക്കെ, ഈ പ്രൊസീജിയറിലൂടെ ചെയ്യുമ്പോൾ U2 വാല്യൂ നമുക്കറിയാം. എന്താ അത്? U2 വാല്യൂ ഗിവൺ ക്വസ്റ്റ്യനിലുള്ള ബേസിസ് രണ്ടാമത്തെ എലമെന്റ്. V1 എന്താ? ഓൾറെഡി U1 എന്താണോ അത് തന്നെയാണ് V1. U1 അറിയാം, U2 അറിയാം, V1 അറിയാം. അപ്പൊ ആ വാല്യൂസ് ഒക്കെ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ വിൽ ഗെറ്റ് V2. അപ്പൊ അങ്ങനെ കിട്ടുന്ന V1 ഉം V2 ഉം ചേർത്ത് കിട്ടുന്ന ന്യൂ ബേസിസ് കോൾഡ് ആൻ ഓർത്തോഗണൽ ബേസിസ്. അപ്പൊ ഇതിന്റെ നോം കണ്ടുപിടിക്കുക. നോം V1 കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ നോം V2 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അത് 1 അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ആ കിട്ടിയിരിക്കുന്ന V1 എന്ത് ചെയ്യാ? നോം V1 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതേപോലെ V2 നോം V2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ബേസിസ് ഇസ് എൻ ഓർത്തോ നോർമൽ ബേസിസ്. എങ്ങനെ മനസ്സിലായോ? ഓരോ ഓർത്തോഗണൽ ബേസിസ് ചെയ്യാനുള്ള മെത്തേഡ് ഗ്രാം-ഷ്മിഡിലൂടെ കിട്ടും. ആ ഫോർമുല അപ്ലൈ ചെയ്യുക. ദെൻ അതിനെ ഓർത്തോ നോർമൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? അതിന്റെ വെക്ടറിന്റെ നോം വെച്ചിട്ട് ആ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ V1 നോം വെച്ച് നോം V1 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഒരു വെക്ടർ ഇട്ടില്ലേ? അതേപോലെ നോം V2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ വിൽ ഗെറ്റ് അനദർ വെക്ടർ. ഈ രണ്ട് വെക്ടേഴ്സ് ചേർന്നാണ് ദിസ് ഇസ് ഓർത്തോ നോർമൽ ബേസിസ്. പ്രീവിയസ്ലി കിട്ടിയത് ഓർത്തോഗണൽ ബേസിസ്. ക്ലിയർ? ഇനി ഇത് R3-ലാണെങ്കിലോ 3 എലമെന്റ്സ് വരും. സോ U1 U2 U3 കറസ്പോണ്ടിങ് ആയിട്ട് V1 എങ്ങനെ ചൂസ് ചെയ്യണം? U1 ആയിട്ട് തന്നെ ചൂസ് ചെയ്യുക. V2 ഫോർമുല ഇതേ ഫോർമുല അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നു. V3 ആകുമ്പോൾ എഗെയിൻ ഒരു ഫോർമുല കൂടെ, ഒരു സാധനം കൂടെ എക്സ്ട്രാ വരും. എന്താ അത്? U3-ൽ നിന്ന് V2 ആണെങ്കിൽ U2-ൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. V3 ആണെങ്കിൽ U3 മൈനസ് സം U3 ഡോട്ട് V1 ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1 മൈനസ് U3 ഡോട്ട് V2 ബൈ V2 ഡോട്ട്. ഇവിടെ എന്താണ് എഴുതായിരിക്കും? ഇവിടെയൊക്കെ വരാം. ഇതിങ്ങനെ കട്ടി കളയാനൊന്നും പാടില്ല കേട്ടോ. അതായത് നമ്മൾ എടുക്കുന്നത് ഡോട്ട് പ്രൊഡക്ട്സ് ആണ്. അപ്പൊ മുകളിലും താഴെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല. സോ U3 ഡോട്ട് V1 ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1 പഠിക്കാൻ എളുപ്പമുണ്ട്. ഇവിടെയൊക്കെ V1 വരും. അതേപോലെ U3 ആണെങ്കിൽ ഇവിടെ V3 ആണെങ്കിൽ അകത്ത് U3യും V1 V2 മാത്രമേ വരുള്ളൂ. സോ U3 മൈനസ് U3 ഡോട്ട് V1 ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1 മൈനസ് U3 ഡോട്ട് V2 ബൈ V2 ഡോട്ട് V2 ഇൻറ്റു V2. ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് V3 കിട്ടും. കാണുമ്പോൾ കോംപ്ലിക്കേഷൻ ഒന്നും, പക്ഷെ എളുപ്പമാണ് ഈ ഫോർമുല പഠിക്കാൻ. ഓക്കെ, ഇതാണ് അപ്പൊ അതിന് ഓർത്തോഗണൽ ബേസ്. അപ്പൊ ഈ V1 V2 V3 ആയിരിക്കും ഓർത്തോഗണൽ ബേസിസ്. ഇപ്പൊ അങ്ങനെ കിട്ടുന്ന ബേസിസിനെ എന്താണ്? നോം വിളിക്കുമ്പോൾ 1 അല്ലെങ്കിൽ ഇത് ഓർത്തോ നോർമൽ അല്ല. അപ്പൊ എന്ത് ചെയ്യുക? ഇത് ഓർത്തോഗണൽ. ഇപ്പൊ കിട്ടുന്നത് ഓർത്തോഗണൽ. അപ്പൊ ഇതിന് ഓരോന്നിനെയും അതിനെ നോം വെച്ച് ഡിവൈഡ് ചെയ്യുക. നോം V1 വെച്ച് ഡിവൈഡ് ചെയ്യുക, V2 നോം V2 വെച്ച് ഡിവൈഡ് ചെയ്യുക, അടുത്ത നോം V3 നോം V3 വെച്ച് ഡിവൈഡ് ചെയ്യുക. V3 ആണെങ്കിൽ നോം V3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ കിട്ടുന്ന സെറ്റ് ഓർത്തോ നോർമൽ ബേസിസ്. ക്ലിയർ? അതാണ് കൺസെപ്റ്റ്. അതേപോലെ ഇനി RNലെ ജനറൽ കേസ് പറയുന്നുണ്ട്, ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. RNല് പറയുന്നതിന് മുന്നേ ഒരു പ്രോബ്ലം ഏതാത്? -3 2 -1 1 ഗിവൺ ഒരു നോർമൽ ബേസിസ്. നോർമൽ എന്ന് പറയുന്ന പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നോർമൽ എന്ന് പറയുന്നത്. ഇതൊരു ബേസിസ്. ആ ബേസിസ് ഓഫ് R2-ല് നമ്മൾ എന്താണ് പിടിക്കാൻ പോകുന്നത്? കറസ്പോണ്ടിങ് ഓർത്തോ നോർമൽ ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു ortho normal basis, which means we have to use the Gram-Schmidt orthogonalization process. So first of all, U1 equal to -3 2 and U2 equal to -1 1. Choose. This is U1 and this is U2. Okay.
So to transform it into a orthonormal basis, first step is the formation of V1. V1 equal to U1 equal to minus 3 2. Okay അല്ലേ? അപ്പോൾ V1 എന്താ minus 3 2. U1 എന്താണോ അത് തന്നെയാണ് V1. U2 V2 ഫോർമുല എന്താ? U2 minus U2 dot V1 by V1 dot V1 into V1. So എന്ത് ചെയ്യുക? -1 1 U2 ന്റെ വാല്യൂ എടുത്ത് എഴുതി, U2 ന്റെ വാല്യൂ ഇത്. അതേപോലെ U2 ന്റെ വാല്യൂ വീണ്ടും എടുത്തത് -1 ഡോട്ട് -3 2 ബൈ -3 2 ഇൻറ്റു ഡോട്ട് -3 2 ഇൻറ്റു -3 2. അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഇത് ഇവിടെ നിന്നോട്ടെ, മൈനസ് ചെയ്യുമ്പോൾ -1 1 അവിടെ നിന്നോട്ടെ, അതൊന്നും ചെയ്യണ്ട. മൈനസ് ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക? -3 ഇൻറ്റു -3 -1 ഇൻറ്റു -3 3 3 പ്ലസ് -1 2 3 പ്ലസ് -2 1. ഓക്കെ, ബൈ -3 ഇൻറ്റു -3 9 9 പ്ലസ് 4 13 ഇൻറ്റു -3 2. ചെയ്തു വരുമ്പോ നോക്കൂ, ആൻസർ വേണ്ടേ? 1 minus 1 1 by 13. ഓക്കെ, 1 by 13 ഇൻറ്റു -3 2 അവിടെ ഉണ്ട്, വാല്യൂ ഉണ്ട്. 3 minus 2 by 9 plus 4. ഇപ്പൊ ചെയ്ത് പ്രൊസീജിയർ അവിടെ എഴുതിയിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. സോ വാല്യൂ കാണുമ്പോൾ എന്താ കിട്ടുക? ഇതൊന്നും ഉള്ളിൽ ഈ 1 by 13 മൾട്ടിപ്ലൈ ചെയ്ത ശേഷം സബ്ട്രാക്ട് ചെയ്യുക. സോ -10 by 13 ആൻഡ് -15 by 13 വാല്യൂ കിട്ടിയില്ലേ? ദിസ് ഇസ് V2. അപ്പൊ V1 V2 കിട്ടി. V1 V2 കിട്ടുന്നതാണ് ഓർത്തോഗണൽ ബേസിസ്. V1 V2 കിട്ടുന്ന ഫോർമുല എന്താ? ഫസ്റ്റ് -3 2, സെക്കൻഡ് എലമെന്റ് V2 എങ്ങനെ കിട്ടി? -10 by 3 -15 by 3. ദിസ് ഇസ് ദ കറസ്പോണ്ടിങ് ഓർത്തോഗണൽ ബേസിസ്. ഇനി എന്ത് ചെയ്യുക? നോർമലൈസ് ചെയ്യുക. ഇപ്പൊ ഓരോന്നിന്റെയും നോം കണ്ടുപിടിക്കുക. -3 2 നോം, ഇപ്പൊ -3 2 -3 2 നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കണ്ട, V1 by നോം V1. അപ്പൊ നമുക്ക് പുതിയൊരു W1 പേര് കൊടുത്തു. അപ്പൊ W1 ഇപ്പൊ നമ്മളിപ്പോ W1 W2 എന്താ ഓർത്തോ നോർമൽ കണ്ടുപിടിക്കാൻ പോവാ. ഓർത്തോഗണൽ ബേസിസ് കറസ്പോണ്ടിങ് ഓർത്തോ നോർമൽ ബേസിസ് കണ്ടുപിടിക്കാൻ പോവാ. ഓക്കെ, അപ്പൊ V1 ഫോർമുല എന്താ? V1 ബൈ ആ ഓരോന്നിനെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. V1 ബൈ നോം V1. അപ്പൊ V1 എടുത്തത് നോം V1 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് -3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു വാല്യൂ -3 2 ബൈ √13. √13 എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ -3 ബൈ √13 2 ബൈ √13. Okay, this is the formula for finding W1. And next is W2. V2 by W norm V2. അതായത് V2 നെ അതിനെ നോം വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, -10 by 13 -15 by 13 -10 by 13 സ്ക്വയർ. അതിന്റെ നോം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സ്ക്വയേഴ്സിന്റെ സമ്മ. Then final answer is this. ആ കിട്ടിയ പുതിയ വാല്യൂ ആണ് വേണമെങ്കിൽ B ഡബിൾ ഡാഷ് എന്നൊക്കെ വിളിക്കാം. W1 W2 എന്ന സെറ്റ് ആണ് ഓർത്തോ നോർമൽ ബേസിസ്. മനസ്സിലായോ? ഓർത്തോഗണൽ ബേസിസ് കിട്ടിയതിൽ നിന്നും അതിന്റെ നോം വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന പുതിയ സെറ്റ് ആണ്, ഞാൻ പറഞ്ഞില്ല, അതാണ് ഓർത്തോ നോർമൽ ബേസിസ്. Next is a problem 111 122 110 is a basis for R3. ഇത് എന്ത് ചെയ്യുക? ഓർത്തോ നോർമൽ ആക്കാൻ, ഓർത്തോഗണൽ ആക്കാൻ പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്യുന്ന ഓർത്തോ നോർമൽ എന്ന സ്റ്റെപ്പ് ഒഴിവാക്കാം. ഓർത്തോഗണൽ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഓർത്തോ നോർമൽ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ഓർത്തോ നോർമൽ ബേസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്മുടെ ഗ്രാം-ഷ്മിഡ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സിന്റെ ജസ്റ്റ് a procedure. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? U1 V1 സെയിം ആണ് അല്ലെ? V1 പുതിയത് കണ്ടുപിടിക്കുമ്പോൾ U1 it's equal to U1. So V2 is the form U2 minus U2 dot V1 by V1 dot V1 into V1. ക്ലിയർ? അപ്പോൾ U2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് U2 എന്താണ് V1 എന്താണെന്നുള്ള എടുത്ത് എഴുതിയ ശേഷം അവസാനം മാത്രം ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്താ? 1 plus 1 plus 2 into 2 2 into 1 again 1 plus 2 plus 2 5. Denominator 1 into 1 plus 1 into 1 plus 1 which is 3. Okay, into 1 1 1 1 2 2 5 by 3 1 1 1. Okay, multiply ചെയ്തു, ആഡ് ചെയ്തു. നമ്മൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ടേം ബൈ ടേം ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. വിച്ച് ഇസ് -2 by 3 1 by 3 1 by 3. കിട്ടിയോ V2 ന്റെ വാല്യൂ? നമുക്ക് ഇവിടെ U3 ഇനി എന്താണ് പിടിക്കണം? ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫോം ഇൻടു ആൻ ഓർത്തോ നോർമൽ ബേസിസ്. അപ്പോ ഇവിടെ U3 എന്ന് പറയുന്ന എലമെന്റിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എനിക്ക്. നോക്കിയേ, U3യുടെ ഫോർമുല എന്താ? V3യുടെ ഫോർമുല നോക്കിയേ, V3യുടെ ഫോർമുലയില്ല U3 മൈനസ് U3 dot V1 by V1 dot V1 into V1 minus U3 dot V2 by V2 dot V2 into V2. ഇതാണ് ഫോർമുല. അപ്പോൾ ഓരോ വാല്യൂ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഒരുമിച്ച് ആ സ്റ്റെപ്പിൽ തന്നെ എഴുതിയാലും മതി. U3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, U3 dot V1 ന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച ശേഷം എഴുതിയതാണ് കേട്ടോ. 2 by 3 എന്നുള്ളത് ഇതിന്റെ വാല്യൂം എടുത്തെഴുതി. ഓക്കെ, ഈ വാല്യൂ കണ്ടുപിടിക്കും. ഇങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് ആ രണ്ട് വാല്യൂസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പൊ 2 by 3 ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് ടേം ബൈ ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നു, അകത്തോട്ട് ഉള്ളിലോട്ട് കൊടുക്കുക, ക്യാൻസൽ ചെയ്യുന്നത് ക്യാൻസൽ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഫൈനൽ ആൻസർ 0 1 by 2 -1 by 2. ക്ലിയർ? എന്തെങ്കിലും സ്റ്റെപ്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പടത്തിലൊന്നുമില്ല. അപ്പൊ നമുക്ക് V1 V2 V3 കിട്ടി. കറസ്പോണ്ടിങ് U1 U2 U3 കറസ്പോണ്ടിങ് ആയിട്ട് V1 V2 V3 കിട്ടി. ഏതൊക്കെ? ഫസ്റ്റ് U1 തന്നെയാണ്, സെക്കൻഡ് V2 കിട്ടി, V3 കിട്ടി.
ഇനി ഇതിനെ നോർമലൈസ് ചെയ്ത് വെച്ചാൽ ഓരോ വെക്ടറിനെയും നോം വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ v1 v1 നോം v1, നോം അതേപോലെ v2 നോം v2, w2 എന്ന് പേര് കൊടുത്തു, w3 3 വെക്ടേഴ്സ് ഉണ്ട്. സോ v3 നോം v3. അപ്പൊ കിട്ടുന്ന 3 വെക്ടേഴ്സിനെ ചേർത്ത് w3 ഇസ് ഓർത്തോനോർമൽ ബേസ്. ഓർത്തോഗണൽ ബേസ് കിട്ടുക. ഗ്രാം-ഷ്മിഡ് ചെയ്ത ഫോർമുല അപ്ലൈ ചെയ്ത് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഫോർമുല അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബേസിസ് ഇസ് ആൻ ഓർത്തോഗണൽ ബേസിസ്. സോ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു ആൻ ഓർത്തോനോർമൽ ബേസിസ്. ഫോർ ദാറ്റ് ജസ്റ്റ് നോർമലൈസ് ദ ഗിവൺ വെക്ടർ ബൈ dividing by its norm. Okay, norm value വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ we'll get the corresponding orthonormal basis. Is it clear? Next we have a theorem, Gram-Schmidt orthogonalization process. കാര്യങ്ങളൊക്കെ ഒന്ന് തിയറം ആയിട്ടിരിക്കും. നമ്മളിപ്പോ R2 R3 അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഒരു ജനറൽ ആയിട്ട് ഒരു ബേസിസ് RN എടുക്കുകയാണെങ്കിൽ ബി എന്നത് ഗിവൺ ബേസിസ് U1 U2 etc UM MR M. ഓക്കെ, WM സബ്സ്പേസ് എന്ന് പറഞ്ഞ സ്പേസ് ആയ WM ന്റെ ബേസിസ് ആണ്, കറസ്പോണ്ടിങ് RN അല്ല. എപ്പോഴും നമ്മൾ RN R2 R3 അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ എന്താ RN സബ്സ്പേസ് ആയ WM കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസ് ആണ് ഇവിടെ. അപ്പൊ ഈ ബേസിസിനെ ഐ ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു ഓർത്തോനോർമൽ ബേസിസ്. സോ ഓർത്തോനോർമൽ ഓർ ഓർത്തോനോർമൽ ചെയ്താൽ മതി. ഓർത്തോനോർമലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് v1 U1, സെക്കൻഡ് ഫോർമുല v2 ഈക്വൽ ടു ഈ ഫോർമുല, v3 ഫോർമുല എക്സെട്ര. അപ്പൊ nth ഫോർമുല എങ്ങനെ? mth ഫോർമുല vm ഈക്വൽ ടു m മൈനസ് എത്ര v1 ഇത് v2 vm വരെ. ഓക്കെ, ഇതാണ് ഫോർമുല vm മൈനസ് 1. ഇവിടെ m മൈനസ് 1 ആണ്, vm അല്ല, vm മൈനസ് 1 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. vm മൈനസ് 1. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വരും. vm ആണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഫോർമുലയിൽ vm വരില്ല. അങ്ങനെ v1 v2 etc vm ചെയ്ത് കഴിഞ്ഞാൽ this will be the orthogonal basis. ഇനി ഇതിനെ ഓർത്തോനോർമലൈസ് ചെയ്യാൻ ഓരോ കിട്ടുന്ന v അപ്പൊ കിട്ടുന്ന പുതിയ ബേസിസ് ന്യൂ ബേസിസ് വിൽ ബി ഓർത്തോനോർമൽ ബേസിസ്. ക്ലിയർ? അത്രയും കൺസെപ്റ്റ് ആണ് ഇവിടെ പറയാനുള്ളത്. That's about the വെക്ടർ സ്പേസ് ഉള്ള കൺസെപ്റ്റ്. തേർഡ് മൊഡ്യൂളിൽ ഇനിയും കുറച്ച് പോർഷൻസ് കൂടി, മെട്രിക്സിന്റെ കുറച്ച് പോർഷൻ, മെട്രിക്സ് മുഴുവനായിട്ട് ഒരു മൊഡ്യൂളായിട്ട് കണക്കാക്കാം. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സിലബസിൽ വെക്ടർ സ്പേസ് കഴിഞ്ഞിട്ട് മെട്രിക്സും കൂടെ ചേരുന്നതാണ് തേർഡ് മൊഡ്യൂൾ. സോ ഇവിടെ നിർത്താണ്, ബാക്കി ക്ലാസ്സിലെടുക്കും കേട്ടോ. താങ്ക് യു.